അപ്പോൾ എല്ലാം വെച്ചാൽ വീണ്ടും എൻ്റെ പുതിയ കിടക്കാച്ച വീട്ടിലേക്ക് സ്വാഗതം കഴിച്ച് നമ്മൾ വന്നിരിക്കണം മൈൻക്രാഫ്റ്റ് ലെസ് പ്ലേ ആയിട്ട്. അപ്പോൾ കഴിഞ്ഞ ലെസ് പ്ലേയിൽ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഫുള്ള് ബ്രർ ഫാമിൽ കുറേ നേരം AFK നിന്ന് കുറേ വില്ലേജർ ആയിട്ടുണ്ട്. എനിക്കറിയില്ല, എണ്ണമൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഒരു ഊഹം വെച്ച് പറയാം. ഒരു പച്ചക്കോട്ടുണ്ട്, അത് വരുമ്പോൾ തട്ടിക്കളയാം. ഒരു 20 മണ്ടക്ക് കാണും. കാര്യം ഇവന്മാർക്ക് ഞാൻ 1.5 സ്റ്റാക്ക് ബ്രെഡ് കൊടുത്തിട്ടുണ്ട്. ഈ മണ്ടക്കിക്കുന്ന ഇവന്മാർക്ക് ഞാൻ 1.5 സ്റ്റാക്ക് ബ്രെഡ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുവരെയായിട്ട് ബ്രീഡായിട്ടില്ല. അതിൻ്റെ അർത്ഥം ഈ ബെഡ് ഫുള്ള് അവന്മാർ ലിങ്ക് ആയിട്ടുണ്ട്. എനിക്ക് ഈ റെയിലിട്ട് എൻ്റെ അവിടം വരെ കൊണ്ടുപോകണം. ഓ ഷിറ്റ്, ഇനി ഇവിടെ ഇത്തിരി ഡെഡ് ബ്ലോക്കും കാര്യങ്ങളും വെച്ച് സെറ്റ് ആക്കണം. ഡെഡ് ബ്ലോക്ക് ഇല്ല, ഇതിലും വഴി ട്രെയിൻ പോകും, എന്നിട്ട് ഇവിടെ എത്തിക്കും. ബാക്കിയൊക്കെ അകത്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ എനിക്കൊന്ന് അയ്യം ഫാം വരെ പോകണം. അവിടെ പോയി കുറച്ച് AFK നിന്ന് ഒരു 10-15 സ്റ്റാക്ക് ആയാൽ മാറങ്ങിയതാ ഗൈസ്. ഒരു 2 സ്റ്റാക്ക് ആയാൽ. ഈ അയ്യം ഫാം ഭയങ്കര സ്ലോ ആണ് ഗൈസ്. ഞാൻ കഴിഞ്ഞ 20 മിനിറ്റ് ആയിട്ട് ഇരിക്കുക. ഇപ്പോഴാണ് ഒരു സ്റ്റാക്ക് ആവുന്നത് തന്നെ. ഓൾറെഡി ഇതിൻ്റെ അകത്ത് 3 സ്റ്റാക്ക് ഉണ്ടായിരുന്നു. എന്തായാലും ഉള്ളതും കൊണ്ടുപോവാം. ഞാൻ എൻ്റെ ബേസിൽ പോയി. ഇനി ഇവിടെ നിന്ന് എനിക്ക് തലവേദന എടുക്കും. 2000 years later. 2 സ്റ്റാക്ക് ട്രെയിൽ ചെയ്യാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. 2 സ്റ്റാക്ക് മതിയായിരിക്കും. ഇനി 2 സ്റ്റാക്ക് വേണ്ട, കൂടുതലുണ്ടാക്കി. അയ്യോ, എന്തായാലും ഡോറ് പൊട്ടിക്കുന്നില്ല, അത് ഞാൻ പിന്നെ പൊട്ടിച്ചോളാം. ഇപ്പം റെയിലിട്ട് സെറ്റാക്കാം. പറഞ്ഞ പോലെ ഈ സ്റ്റെപ്പ് ഇത്തിരി സീനാട്ടാ. സ്റ്റെപ്പ് പൊട്ടിക്കണം നമുക്ക്. നീ അതും പൊട്ടിച്ച്. എൻ്റെ ആവശ്യമില്ലാത്ത വല്ലതും ഉണ്ടോ? ഉണ്ട്, ഇഷ്ടം പോലെ ഗ്രാവിൽ. അതിൻ്റെ ഇടയിൽ ഞാൻ സ്റ്റെയർ എടുത്തു. ഓക്കെ, അതും കംപ്ലീറ്റ് ആയി. നമ്മുടെ ഫസ്റ്റ് വില്ലേജർ ഇങ്ങോട്ട്. ഈ റെയിൽ മാറ്റി ഇങ്ങോട്ടാക്കുമായിരുന്നെങ്കിൽ എനിക്ക് പോകാൻ വഴിയായിരുന്നല്ലേ. അപ്പോൾ ഇതെനിക്ക് വില്ലേജറിനെ കൊണ്ടുവരാനുള്ള വഴിയായിട്ട് യൂസ് ചെയ്യാൻ കഴിയും. ഇതെനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഇങ്ങനെ പോവുകയും ചെയ്യാം, വില്ലേജസിന് അതിലെ വഴി വരികയും ചെയ്യാം. ഇനി ഞാൻ പോയി വില്ലേജറിനെ കൊണ്ടുവരാം. അപ്പോൾ ഗൈസ്, ഞാൻ ഇതെല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് 2-3 വില്ലേജർ ഡീസ്പോൺ ആയി പോയി. ഇത് ഡീസ്പോൺ ആയതാണോ അതോ വേറെ സംഭവിക്കുകയാണെന്ന് എനിക്കറിയില്ല. ബട്ട് എന്നാലും ഞാൻ ഇവരെല്ലാവരും ട്രേഡ് ചെയ്ത് അത് കഴിഞ്ഞ് ഞാനൊരു സത്യാവസ്ഥ മനസ്സിലാക്കി ഗൈസ്. സത്യം പറഞ്ഞ് ഈ കാണുന്ന ഈ വീഡിയോ ഇല്ലേ, ഇതിലെൻ്റെ വോയിസ് ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ സിസ്റ്റം സൗണ്ട് ഇട്ടുകൊണ്ട് എൻ്റെ റെക്കോർഡിനകത്ത് ആ വോയിസ് കിട്ടിയില്ല. ഞാൻ മൈക്കാക്കാൻ മറന്നുപോയി. ഓക്കെ, ഈ ട്രേഡിങ് ആളെ എല്ലാ കാര്യം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ബട്ട് ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ തലവേദനയായത്. ഒരു ഗ്രീൻ കോട്ടിൻ്റെ അകത്ത് വന്ന് അതിനെയും തട്ടിക്കൊന്ന്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ട്രേഡിങ് ആളിപ്പോൾ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് പറ. ഇവിടെ ഫുള്ള് വില്ലേജറാണ്. ഇവിടെ ഉണ്ട് ഇവന് വലുതാവനുണ്ട്. ഇവിടെ മറ്റേ ഗ്രീൻ കോട്ട് അതിനെ തട്ടിയാൻ. ഇനി വേറെ വില്ലേജറിനെ കൊണ്ടുവരണം, ഞാൻ കൊണ്ടിപ്പിടും. ഇത്രേ ഉള്ളു. അപ്പോൾ ഗൈസ്, നിങ്ങൾ വീട്ടിൽ നിന്ന് നാളെ വാ. ബൈ.
വീഡിയോ ഒരുപാട് ചെറുതായി പോയി. പെട്ടെന്ന് തീർന്നു. ഞാൻ എന്ത് ചെയ്യും, പെട്ടെന്ന് തീർത്തില്ലല്ലോ കാര്യങ്ങളും.